വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ സർഫസ് കെമിസ്ട്രി ചാപ്റ്ററിലെ MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിക്രീസസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻസ്? ഓപ്ഷൻ എ കാറ്റലിറ്റിക് പ്രൊമോട്ടേഴ്സ്, ഓപ്ഷൻ ബി ഹോമോജീനിയസ് കാറ്റലിസ്റ്റ്, ഓപ്ഷൻ സി കാറ്റലിറ്റിക് പോയിസൺ, ഓപ്ഷൻ ഡി ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റ്. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ഡിക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്ന സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് കാറ്റലിറ്റിക് പോയിസൺ ആണ്. സോ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the amount of intermediate formed when initial amount is 300 and final amount is 700? Option A 400, option B 1000, option C 700, option D 300. അപ്പം എമൗണ്ട് ഓഫ് ഇന്റർമീഡിയറ്റ് ഫോംഡ് കണ്ടുപിടിക്കാനായിട്ട് ഫൈനൽ എമൗണ്ടിൽ നിന്ന് ഇനീഷ്യൽ എമൗണ്ടിന്റെ ഡിഫറൻസ് കണ്ടാൽ മതി. സോ രണ്ടിന്റെ വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്. ഫൈനൽ എമൗണ്ട് 700 ആൻഡ് ഇനീഷ്യൽ എമൗണ്ട് 300. അതിന്റെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് 400 ആണ്, വിച്ച് ഈസ് ദി എമൗണ്ട് ഓഫ് ഇന്റർമീഡിയറ്റ് ഫോംഡ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 400. Next question, which of the following statements is not correct? Option A, the efficiency of a solid catalyst depends upon its surface area. Option B, catalyst operates by providing alternate path for the reaction that involves a lower energy of activation. Option C, catalyst lowers the energy of activation of the forward reaction without affecting the energy or activation of backward reaction. Option D, catalyst does not affect the overall enthalpy change of reaction. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. കാറ്റലിസ്റ്റ് ലോവേഴ്സ് ദ എനർജി ഓഫ് ആക്ടിവേഷൻ ഓഫ് ഫോർവേഡ് റിയാക്ഷൻ വിത്തൗട്ട് അഫക്റ്റിംഗ് ദ എനർജി ഓർ ആക്ടിവേഷൻ ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. കാറ്റലിസ്റ്റ് എന്താണ് ചെയ്യുന്നത്? ഒരു ഓൾട്ടർനേറ്റ് പാത്വേ കെമിക്കൽ റിയാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ ഒരു ഓൾട്ടർനേറ്റ് പാത്വേ എന്ന് പറയുന്നത് ലോവർ ആക്ടിവേഷൻ എനർജി ഉള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ ആക്ടിവേഷൻ എനർജി ലോവർ ആവുന്ന സമയത്ത് കൂടുതൽ റിയാക്ടന്റ് പാർട്ടിക്കിൾസ് അവിടെ അപ്പിയർ ചെയ്യുന്നുണ്ടാവും, വിച്ച് ഹാവ് ഇനഫ് എനർജി ടു റിയാക്ട്, ആൻഡ് ഫൈനലി ആ ഒരു റിയാക്ഷൻ അവിടെ ഫാസ്റ്റർ ആയിട്ട് ഒക്കർ ചെയ്യാണ് നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കൊളോയിഡൽ സിസ്റ്റം റെപ്രസെന്റ്സ് എ ജെൽ? ഓപ്ഷൻ എ സോളിഡ് ഇൻ ലിക്വിഡ്, ഓപ്ഷൻ ബി സോളിഡ് ഇൻ ഗ്യാസ്, ഓപ്ഷൻ സി ലിക്വിഡ് ഇൻ സോളിഡ്, ഓപ്ഷൻ ഡി ലിക്വിഡ് ഇൻ ഗ്യാസ്. അപ്പൊ ജെൽ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും ഡിസ്പേർഷൻ മീഡിയം സോളിഡും ആവുന്ന കൊളോയിഡൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ ജെൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജെലാറ്റിൻ, റബ്ബർ, ടൂത്ത് പേസ്റ്റ്, ജാം, ചീസ്, ഇതെല്ലാം ജെൽ കൊളോയിഡൽ സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. സോ കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത് ലിക്വിഡ് ഇൻ സോളിഡ് ആണ്, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടിൻഡൽ ഇഫക്റ്റ് ഈസ് ഒബ്സർവ്ഡ് ഓൺലി വെൻ ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. നമുക്കിവിടെ 4 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. കണ്ടീഷൻ എ, ദ ഡയമീറ്റർ ഓഫ് ദ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ ഈസ് മച്ച് സ്മോളർ ദാൻ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ്. കണ്ടീഷൻ ബി, ദ ഡയമീറ്റർ ഓഫ് ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ് ഈസ് നോട്ട് മച്ച് സ്മോളർ ദാൻ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ്. കണ്ടീഷൻ സി, the refractive indices of the dispersed phase and dispersion medium are almost similar in magnitude. Condition D, the refractive indices of the dispersed phase and dispersion medium differ greatly in magnitude. ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കൊളോയിഡൽ പാർട്ടിക്കിൾസ് ബീം ഓഫ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് ടിൻഡൽ ഇഫക്റ്റ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിന് വേണ്ട 2 നെസസറി ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്. So correct answer option D ആണ്, which is condition number B and condition D. Next question, the correct option among the following is? Option A, colloidal particles in lyophobic salts can be precipitated by electrophoresis. Option B, colloidal medicines are more effective because they have small surface area. Option C, addition of alum to water makes it unfit for drinking. Option D, Brownian motion in colloidal solution is faster if the viscosity of solution is very high. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ മാത്രമാണ്. ദാറ്റ് ഈസ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇൻ ലയോഫോബിക് സോൾസ് ക്യാൻ ബി പ്രസിപ്പിറ്റേറ്റഡ് ബൈ ഇലക്ട്രോഫോറസിസ്. ഓക്കെ, ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത് എന്താണ്? കൊളോയിഡൽ ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ബൈ യൂസിങ് ഇലക്ട്രിക് ചാർജസ്. ഓക്കെ,
Next question. Which of the following is not an example of heterogeneous catalytic reaction? Option A. Haber's process. Option B. Hydrogenation of vegetable oils. Option C. Combustion of coal. Option D. Oswald's process. അപ്പോൾ നമ്മൾ ഹെട്രോജീനിയസ് കാറ്റലിറ്റിക് റിയാക്ഷൻ പഠിച്ചപ്പോഴത്തേക്കും അതിന്റെ എക്സാമ്പിൾസ് എല്ലാം പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ അതിന്റെ എക്സാമ്പിൾ അല്ലാത്തത് ഓപ്ഷൻ സി ആണ്, കമ്പഷൻ ഓഫ് കോൾ. Next question. Which of the following is not an example of associated colloids? Option A. Sodium stearate. Option B. Potassium stearate. Option C. Gum. Option D. Detergents. Associated colloids അല്ലെങ്കിൽ മിസൽസിന്റെ എക്സാമ്പിൾ അല്ലാത്തതാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അല്ലെ. ഈ ഒരു ടൈപ്പ് ഓഫ് മിസൽസ് അല്ലെങ്കിൽ അസോസിയേറ്റഡ് കൊളോയിഡ്സിന് എക്സാമ്പിൾ വരുന്നത് ഏതൊക്കെയാന്ന് നമുക്ക് ആദ്യമേ നോക്കാം. സോഡിയം സ്റ്റിയറേറ്റ്, പൊട്ടാസ്യം സ്റ്റിയറേറ്റ്, ഡിറ്റർജൻസ്, സോപ്പ്, ഇതൊക്കെയാണ് അസോസിയേറ്റഡ് കൊളോയിഡ്സിന് എക്സാമ്പിൾ വരുന്നത്. സോ അതിൽ ഇൻക്ലൂഡ് ആവാത്തത് ഓപ്ഷൻ സി ആണ്, ഗം. ഈ ഗം എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ലയോഫിലിക് കൊളോയിഡ്സിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. ഓക്കെ. Next question. In which of the following the dispersed phase and medium can be separated by evaporation? Option A. Ferric hydroxide solution. Option B. Sulfur solution. Option C. Metal in water. Option D. Starch solution. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നമുക്ക് ഡിസ്പേഴ്സ്ഡ് ഫേസിനെയും ഡിസ്പേർഷൻ മീഡിയത്തിനെയും ഇവാപ്പറേഷൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് സ്റ്റാർച്ച് സൊല്യൂഷന്റെ കേസിലാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓക്കെ. നമുക്ക് സ്റ്റാർച്ച് സൊല്യൂഷനിൽ ആ ഒരു കൊളോയിഡൽ സൊല്യൂഷനെ നമുക്ക് റീഗെയിൻ ചെയ്യാനായിട്ട് പറ്റും ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും വീണ്ടും റീമിക്സ് ചെയ്താൽ. ഓക്കെ. അതുകൊണ്ട് തന്നെ ഇതൊരു റിവേഴ്സിബിൾ സൊല്യൂഷൻ ആണ് നമുക്ക് പറയാം, സ്റ്റാർച്ച് സൊല്യൂഷൻ. ആൻഡ് ഓൾസോ ഹൈലി സ്റ്റേബിൾ ആണിത്. ഓക്കെ. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയം തമ്മിലുള്ള ഇന്ററാക്ഷൻ ഇവിടെ ഹയർ ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റാർച്ച് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഹൈലി സ്റ്റേബിൾ കൊളോയിഡൽ സൊല്യൂഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following does it increase the rate of catalyst? Option A. Decreasing activation energy or EA. Option B. Increasing activation energy or EA. Option C. Increasing pressure. Option D. Increasing entropy. ഒരു കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് എപ്പോഴും ആക്ടിവേഷൻ എനർജിനെ ലോവർ ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. സോ ദാറ്റ് മോർ പാർട്ടിക്കിൾസ് ക്യാൻ അറ്റൈൻ ആക്ടിവേഷൻ എനർജി. ആൻഡ് ഫൈനലി എന്താണ്, റേറ്റ് ഓഫ് റിയാക്ഷൻ അവിടെ ഫാസ്റ്റർ ആയിട്ട് ഒക്കർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ കാറ്റലിസ്റ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് റിക്വയർഡ് എമൗണ്ട് എന്ന് പറയുന്നത് വളരെയധികം കുറച്ച് മാത്രം മതിയാവും. ഓക്കെ. അപ്പം കാറ്റലിസ്റ്റിന്റെ എമൗണ്ട് ഇൻക്രീസ് ആവുന്നത് അനുസരിച്ചിട്ട് ആ ഒരു റേറ്റ് ഓഫ് റിയാക്ഷൻ ഒരിക്കലും ഇൻക്രീസ് ആവില്ല. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡിക്രീസിങ് ആക്ടിവേഷൻ എനർജി ഓർ ഡിക്രീസിങ് EA. Next question. What is the range of size of colloidal particles? Option A 1 to 1000 nanometer. Option B 10 to 100 picometer. Option C 1 to 100 micrometer. Option D 1 to 10 millimeter. ഇപ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 10⁻⁹ to 10⁻�6 മീറ്റർ ആണ്. അതായത് 1 to 1000 നാനോമീറ്റർ ആണ് കറക്റ്റ് ആൻസർ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. Next question. Which of the following is a characteristic of a multimolecular colloid? Option A. Large number of molecules combine to form a particle of colloidal size. Option B. A large number of atoms aggregate to form a particle of colloidal size. Option C. Starch solution is an example of multimolecular colloid. Option D. Multimolecular colloids are normally of lyophilic type. ഇപ്പോൾ കൊളോയിഡൽ സൊല്യൂഷനിൽ ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ സ്മോൾ മോളിക്യൂൾസ് അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒരു സിംഗിൾ കൊളോയിഡൽ പാർട്ടിക്കിൾ ആയിട്ട് മാറും. അപ്പൊ ഇങ്ങനെയുള്ള കൊളോയിഡ്സിനെയാണ് നമ്മൾ മൾട്ടി മോളിക്കുലാർ കൊളോയിഡ് എന്ന് പറയുന്നത്. സോ കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് കൊളോയിഡ്സ് ഇസ് മോസ്റ്റ് സ്റ്റേബിൾ? Option A starch solution, option B blood, option C sulfur solution, option D silver solution. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റാർച്ച് സൊല്യൂഷൻ ആണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ലയോഫിലിക് കൊളോയിഡ് ആണ്. അപ്പോൾ ലയോഫിലിക് കൊളോയിഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്, അത് ഹൈലി സ്റ്റേബിൾ ആണ് ഡ്യൂ ടു ഹയർ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. സോ കറക്റ്റ് ആൻസർ ഈസ് ഹിയർ ഓപ്ഷൻ എ സ്റ്റാർച്ച് സൊല്യൂഷൻ.
Next question. How are colloidal solutions of gold prepared by different colors? Option A. Different diameters of colloidal gold particles. Option B. Variable valency of gold. Option C. Different concentration of gold particles. Option D. Impurities produced by different methods. നമുക്ക് colloidal solution of goldനെ different colors വെച്ചിട്ട് എങ്ങനെ prepare ചെയ്യാം? Different diameters of colloidal gold particles വെച്ചിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ കൊളോയിഡൽ സൊല്യൂഷന്റെ കളർ ഡിപ്പെൻഡ് ചെയ്യുന്നത് സൈസ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസിനെയാണ്. സോ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ്, ഡിഫറെന്റ് ഡയമീറ്റേഴ്സ് ഓഫ് കൊളോയിഡൽ ഗോൾഡ് പാർട്ടിക്കിൾസ്. Next question. Which of the following colloids cannot be formed by direct mixing? Option A. Lyophilic colloids. Option B. Lyophobic colloids. Option C. Macromolecular colloids. Option D. Associated colloids. അപ്പോൾ ഡയറക്റ്റ് മിക്സിംഗ് വഴി ഫോം ചെയ്യാനായിട്ട് കാപ്പബിലിറ്റി ഇല്ലാത്ത കൊളോയിഡ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദ കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത് ലയോഫോബിക് കൊളോയിഡ്സ് ആണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവർ ലിക്വിഡ് ഹേറ്റിംഗ് കൊളോയിഡ്സ് ആണ്. നമുക്ക് മെറ്റൽ സൊല്യൂഷൻസ് ലൈക്ക് ഗോൾഡ്, സിൽവർ സൊല്യൂഷൻ, സൾഫർ സൊല്യൂഷൻ ഇതൊരിക്കലും നമുക്ക് ഡയറക്റ്റ് മിക്സിംഗ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇങ്ങനെയുള്ള സൊല്യൂഷൻസിനെ അല്ലെങ്കിൽ കൊളോയിഡ്സിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സ്പെഷ്യൽ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓൾസോ ഇത് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള സോൾസ് ആണ്. ഓക്കെ, വൺസ് നമ്മൾ ഈ ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് ഇതിനെ റീമിക്സ് ചെയ്യാനായിട്ട് പോസിബിൾ അല്ല. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ലയോഫോബിക് കൊളോയിഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ എമൾസിഫയർ? Option A. NaCl. Option B. CaCO3. Option C. C15H31 COONa. Option D. CH3COOH. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. ഓപ്ഷൻ ബി എന്താണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. ആൻഡ് ഓപ്ഷൻ സി വരുന്നത് സോഡിയം പാമിറ്റേറ്റ് ആണ്. ദെൻ ഓപ്ഷൻ ഡി എന്താണ്? അസിറ്റിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു സ്റ്റേബിൾ എമൽഷൻ ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് എമൾസിഫയിങ് ഏജൻസിനെ ആഡ് ചെയ്യേണ്ട ആവശ്യമാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഏജൻസിനെയാണ് നമ്മൾ എമൾസിഫയിങ് ഏജൻസ് അല്ലെങ്കിൽ എമൾസിഫയേഴ്സ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് എമൾഷൻ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഫോറിൻ സബ്സ്റ്റൻസ് ആണ് എമൾസിഫയർ എന്ന് പറയുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എമൾസിഫയറിന് വരുന്നത് ഓപ്ഷൻ സി ആണ്, വിച്ച് ഈസ് sodium palmitate. Next question. What is the difference between vanishing cream and cold cream? Option A. Both are examples of oil in water emulsions. Option B. Vanishing cream is an oil in water emulsion, whereas cold cream is a water in oil emulsion. Option C. Vanishing cream is a water in oil emulsion, whereas cold cream is an oil in water emulsion. Option D. Both are examples of water in oil emulsions. നമ്മൾ എമൽഷൻ ടൈപ്പ് പഠിച്ചപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞിരുന്നു വാനിഷിംഗ് ക്രീം എന്ന് പറയുന്നത് ഓയിൽ ഇൻ വാട്ടർ എമൽഷനും കോൾഡ് ക്രീം എന്ന് പറയുന്നത് വാട്ടർ ഇൻ ഓയിൽ എമൽഷനുമാണ്. ഇനി ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഓയിലും ഡിസ്പേർഷൻ മീഡിയം വാട്ടറും ആയിരിക്കും. ഇനി വാട്ടർ ഇൻ ഓയിൽ എമൽഷന്റെ കേസിലാണെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് വാട്ടറും ഡിസ്പേർഷൻ മീഡിയം ഓയിലുമാണ്. So ഇവിടെ correct answer option B ആണ്. Vanishing cream is an oil in water emulsion, whereas cold cream is a water in oil emulsion. Next question. Which of the following is not a method to test the type of emulsion? Option A. Microscopic method. Option B. Conductance method. Option C. Coagulation method. Option D. Dye method. ഇവിടെ correct answer വരുന്നത് ഓപ്ഷൻ സി ആണ്, coagulation method ആണ്. ഓക്കെ, കൊയാഗുലേഷൻ അല്ലെങ്കിൽ precipitation എന്ന് പറയുന്നത് എന്താണ്? പ്രോസസ് ഓഫ് അഗ്രിഗേറ്റിംഗ് ടുഗദർ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു എമൽഷൻ ടൈപ്പ് ഓഫ് എമൽഷനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ആണ് മൈക്രോസ്കോപ്പിക് മെത്തേഡ്, കണ്ടക്ടൻസ്, ഡൈ മെത്തേഡ്, ഇതെല്ലാം. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കൊയാഗുലേഷൻ മെത്തേഡ്. Next question. Which of the following statements regarding emulsions is false? Option A. Emulsions cannot be separated into their constituent liquids. Option B. Emulsions show Brownian motion. Option C. Emulsions show Tyndall effect. Option D.
Emulsions exhibit properties like electrophoresis and coagulation. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ മാത്രമാണ്. ദാറ്റ് ഈസ് emulsions cannot be separated into their constituent liquids. ആക്ച്വലി നമുക്ക് emulsion അതിന്റെ constituent liquids ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പോസിബിൾ ആണ് by adopting methods like boiling, freezing, centrifuging, electrostatic precipitation. ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് emulsion സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Next question, which of the following does not occur at the interface of phase? Option A, crystallization. Option B, heterogeneous catalysis. Option C, homogeneous catalysis. Option D, corrosion. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ആക്ച്വലി ഹോമോജീനിയസ് കാറ്റലിസിസ് ആണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവിടെ റിയാക്ടൻസും കാറ്റലിസ്റ്റും എന്താണ് സെയിം ഫേസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, so correct answer is option C, homogeneous catalysis, which does not occur at the interface of phase. So അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സർഫസ് കെമിസ്ട്രി ചാപ്റ്ററിലെ MCQs. താങ്ക് യു.